அங்கே வந்து ஒரு பெரிய காடு இருந்துச்சா. அந்த காட்டுக்குள்ளே நிறைய மிருகங்கள் இருந்துச்சா. சிம்ஹம், புலி, கடுவை, யானை, நரி, ஹைனா, வோல்ஃப். ஆனால் அவங்க எல்லாம் எதுக்கு பயப்பட்டு நிற்குதுன்னு தெரியுமா? அந்த காட்டுக்குள்ள ஒரு பெரிய வேட்டைக்காரன் இருந்தான். அவ வருது பார்த்துட்டு தான் இவங்க எல்லாம் பயப்பட்டு நிற்குது. அவ காலெடுத்து வச்சுட்டான்னு வச்சுக்க, இந்த காடே பயந்து நடுங்கிடுமா. அவ பேரு கேட்டா மட்டும் போதும் அவங்களோட உறக்கமே போயிடும். அந்த வேட்டைக்காரனோட பேரு கிறிஸ்டியானோ ரொனால்டோ dos Santos Aveiro. Real people who know me, he knows who is Cristiano. I know that I know 100% in the pitch and outside the pitch. So I know all of that. I don't care what people are thinking. Number one. ஆனா ஒரு நாள் அவனுக்கு எதிரான ஒருத்தன் அந்த ஊருக்கு வந்து மாசு காணிச்சு போயிருக்கான். അന്ന് അവിടുത്തെ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ചിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാൻ നിൽക്കുന്ന അവനെ കണ്ട് ആ ജനങ്ങൾക്ക് മുഖം താഴ്ത്തി നിൽക്കുക മാത്രമാണ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ആ നാട് ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായി. തൻ്റെ ഊർക്ക് വന്ന് அங்கே மொத்தமாக எரிச்சவன் பேர் லேனல் ஆந்திராஸ் மெஸ்ஸி. அந்த கூட்டத்துக்கு பேர் பார்சிலோனா. കുറച്ചു നാൾക്ക് ശേഷം അവൻ ഒറ്റയ്ക്ക് ആ എതിരാളിയുടെ നാട്ടിലേക്ക് പോയി എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് സത്യമാണോ എന്ന് ഇപ്പോഴും പലർക്കും വിശ്വാസമില്ല. എന്നാൽ അന്ത സംഭവങ്ങളെ നേരിൽ പാത്ത ഞാനേ നിങ്ങളോട് പറയാം, അവിടെ നടന്നത് സംഭവമാ അതോ സംഹാരമാണോ എന്ന്. In Madrid, which is a 10 o'clock UK kick-off, 11 o'clock at night. അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്. അന്ന് സാന്റിയാഗോയിലെ മെസ്സിയുടെ ജേഴ്സി സെലിബ്രേഷന് ശേഷം എല്ലാം അവിടം അവസാനിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം സൂപ്പർ കപ്പിന്റെ മത്സരം അങ്ങ് കാറ്റിലോണയിലായിരുന്നു നടക്കാനിരുന്നത്. വീണ്ടും ഒരുങ്ങുന്ന ഒരു എൽ ക്ലാസിക്കോ മത്സരം. അന്ന് ബെർണാബിയിലുണ്ടായ ആ സംഭവത്തിന് ശേഷം കണക്ക് തീർക്കുവാൻ ഒരവസരം ഒരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ ആരാധകർ ക്യാമ്പ് നൗവിലേക്ക് വണ്ടി കയറി. പ്രതികാരത്തിനായി മാഡ്രിഡ്സുകാർ കാത്തിരിക്കുമ്പോൾ വീണ്ടും അവരുടെ രക്തത്തിനായി ദാഹിച്ചു നിൽക്കുകയായിരുന്നു ക്യാമ്പ് നൗവിലെ ബാഴ്സലോണ ആരാധകർ. അങ്ങനെ ആ ദിവസം വരികയാണ്. മണിക്കൂർ സൂചിക മത്സരത്തിന്റെ സമയത്തിലേക്കടുത്തു. ക്യാമ്പ് നൗവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ലോകം ആ മത്സരത്തിലേക്ക് ഉറ്റുനോക്കി. എന്നാൽ അന്ന് ബാഴ്സലോണയെ നേരിട്ട മാഡ്രിഡ് നിരയിൽ ആദ്യ 11-ൽ ആ 7-ാം നമ്പറുകാരൻ ഉണ്ടായിരുന്നില്ല. മത്സരം യുദ്ധസമാന മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി ആരംഭിച്ചു. നിരവധി ശ്രമങ്ങളും ഫൗളുകളും
അറ്റംപ്റ്റുകളുമായി ഹാഫ് ടൈം അവസാനിക്കുകയാണ്. തുടർന്ന് വന്ന രണ്ടാം പകുതിയിലും മത്സരം ആവേശത്തിന്റെ അങ്ങേതലത്തിലേക്ക് എത്തി. ലയണൽ മെസ്സി എന്ന ബാഴ്സലോണയുടെ അധികായകന്റെ ഓരോ മുന്നേറ്റത്തെയും റയൽ മാഡ്രിഡ് പ്രതിരോധക്കാർ ചെറുത്തുകൊണ്ടിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ ഇടതുവിങ്ങിലൂടെ നടത്തിയ ശ്രമം തടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ ജെറാർഡ് പീക്കയുടെ കാലിൽ നിന്നും ബാഴ്സലോണയ്ക്ക് ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നു. അതെ, റയൽ മാഡ്രിഡ് ഒരു ഗോളിന് ലീഡെടുത്തു. പക്ഷേ ബാഴ്സലോണയ്ക്ക് അതൊരു ആഘാതമേ നൽകിയില്ല. കാരണം ഇത് അവരുടെ ടെറിട്ടറിയാണ്. ഇവിടെ വന്ന് അത് ആരായാലും എന്തായാലും എങ്ങനെ തിരിച്ചയക്കണമെന്ന് അവർക്ക് നല്ല പോലെ അറിയാമായിരുന്നു. ക്യാമ്പിനൌവിലെ ക്യാമറ കണ്ണുകളെല്ലാം ഡഗ്ഔട്ടിന്റെ വെള്ളവരയ്ക്കപ്പുറത്ത് ഫോർത്ത് ഒഫീഷ്യൽ ഉയർത്തി കാണിച്ച സബ്സ്റ്റിറ്റ്യൂഷന്റെ ബോർഡിലേക്ക് ഉറ്റുനോക്കി. അവിടെ 7-ാം നമ്പർ അക്കം തെളിഞ്ഞിരുന്നു. നൗ ക്യാമ്പിലെ ആരാധകർ മുഴുവൻ ഒരു നിമിഷം അവിടേക്ക് കണ്ണുകളയച്ചു. കാരണം വരുന്നവൻ ഒരു കൂട്ടരുടെ നായകനും മറ്റൊരു കൂട്ടരുടെ പ്രതിനായകനുമായി. Cristiano has entered the building. That's why he's the costliest footballer on the planet. അതെ, അയാൾ ആ മത്സരത്തിലേക്ക് കാമ്പുനൌവിലേക്ക് വലങ്കാൽ വെച്ചിറങ്ങുന്നു. ഒരു വശത്ത് കാറ്റിലോണിയൻ ആരാധകർ അയാൾക്കെതിരെ ചാൻഡുകൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. കളത്തിലേക്ക് ഇറങ്ങിയ നിമിഷങ്ങൾക്കുമകം ഗോൾമുഖം ലക്ഷ്യമാക്കിയുള്ള റൊണോയുടെ മുന്നേറ്റങ്ങൾ അവരെ പതിയെ നിശബ്ദമാക്കിക്കൊണ്ടേയിരുന്നു. ഒരു വട്ടം ഒരു തവണ പന്ത് വലയിലേക്ക് എത്തിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിസിൽ. പിന്നീട് മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ സുവാരസിനെ കൈറ നവാസ് റയൽ മാഡ്രിഡിന്റെ ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാഴ്സലോണയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിക്കപ്പെട്ടു. ലയണൽ മെസ്സി എന്ന ബാഴ്സലോണയുടെ അധികായകന് ഉന്നം പടച്ചില്ല. കൃത്യമായി ലക്ഷ്യമയാൾ ഭേദിക്കുന്നു. പിഴയ്ക്കാത്ത ഇടങ്കാൽ കിക്കിലൂടെ ബാഴ്സലോണ ക്യാമ്പിനൌവിൽ തിരിച്ചു വന്നു. പക്ഷേ ആ ആരവങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും വെറും 3 മിനിറ്റുകൾ മാത്രമേ ആയുസുണ്ടായിരുന്നു. ചെകുത്താൻ തന്നെ നേരിട്ടിറങ്ങിയാലോ. നൗ ക്യാമ്പിൽ സമനിലയിലായ മത്സരം സർവ്വ നിയന്ത്രണങ്ങൾ വിട്ടു. റയൽ മാഡ്രിഡിന്റെ ബോക്സിലേക്ക് റാക്കിറ്റിച്ചിലൂടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റം. അത് ചെന്ന് അവസാനിക്കുന്നത് കർവഹാളിൽ. തുടർന്ന് റയൽ മാഡ്രിഡിന്റെ കൗണ്ടർ അറ്റാക്ക്. കർവഹാൾ പന്ത് റൊണാൾഡോയിലേക്ക് കൈമാറുന്നു. ചെസ്റ്റ് സ്വീകരിച്ച പന്ത് റൊണാൾഡോ ഇസ്കോയിലേക്ക് കൈമാറുന്നു. ഇടത് വിങ്ങിലൂടെ ശരവേഗത്തിൽ പായുന്ന റൊണാൾഡോയിലേക്ക് ഇസ്കോ പന്തിനെ വീണ്ടും കൈമാറുന്നു. തനിക്കെടുക്കാൻ സാധിക്കുന്നതിനപ്പുറം വേഗതയിലൂടെ പന്തുമായി റൊണാൾഡോ ബാഴ്സയുടെ ഗോൾമുഖം ലക്ഷ്യമാക്കി പായുന്നുണ്ട്. അതിനെ തടുക്കുവാനായി ബാഴ്സലോണയുടെ എക്കാലത്തെ മികച്ച ഡിഫൻഡറായ ജെറാർഡ് പീക്കെ മുന്നിലേക്ക് വരുന്നു. എന്നാൽ അന്ന് ജെറാർഡ് പീക്കെക്കും ബാഴ്സലോണയ്ക്കും ബാഴ്സലോണ ആരാധകർക്കും റൊണാൾഡോയുടെ സംഹാര രൂപത്തെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ക്രിസ്റ്റിയുടെ വലങ്കാൽ ട്രിഗർ ബാഴ്സയുടെ ഗോൾമുഖത്തേക്ക് ആ പന്തിനെ പായിപ്പിക്കുന്നു. ജെറാർഡ് പീക്കെയെ കാഴ്ചക്കാരനാക്കി ടെർ സ്റ്റീഗന്റെ മുകളിലൂടെ പന്ത് വലതുമുറിയിലേക്ക് താഴ്ന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അന്ധകാരത്തിലെ ആഴ്ന്നുപോയ ബാഴ്സ ആരാധകരുടെ മുന്നിലേക്ക് അയാൾ തന്റെ ജേഴ്സി വലിച്ചൂരി എറിഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നു. തന്റെ ഉഗ്രരൂപം പുറത്തെടുത്ത് അവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നു. അന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടന്ന സംഭവത്തിന്റെ പ്രതികാരം ഇത്രയും അധികം ക്രൂരമാകുമെന്ന് ബാഴ്സലോണ ആരാധകർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നു. അന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിൽ നിന്നും കയ്യിൽ സൂക്ഷിച്ച ആ ഒരു പിടിച്ചാരം ശ്മശാന ഭൂകമായ ബാഴ്സലോണയുടെ അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ഒടുവിലെ ആൾക്ക് ഒന്നുകൂടെ ബാക്കിയുണ്ടായിരുന്നു. നിശബ്ദമായ നൗകാമ്പിന്റെ ഗാലറിയിലേക്ക് തന്റെ ജേഴ്സി അയാൾ ഉയർത്തിപ്പിടിക്കുന്നു. പ്രതികാരത്തിന്റെ സൂചിമുന കൊണ്ട് മുറിവേറ്റ ബാഴ്സലോണയുടെ ആരാധകരുടെ കണ്ണുകളിൽ നീറ്റലോടെ അതിങ്ങനെ വായിക്കപ്പെട്ടു. നിങ്ങൾക്കെന്നെ വാക്കുകൾ കൊണ്ട് തകർക്കാം, നിങ്ങൾക്കെന്റെ രക്തത്തിനായി മുറിവടി കൂട്ടാം, പക്ഷേ നിങ്ങളുടെ ഉറക്കം കെടുത്തുവാൻ ഞാൻ മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കുക ചെയ്യും. അന്നീ ലോകം മനസ്സിലാക്കി റൊണാൾഡോയുടെ റിവെഞ്ച് എന്താണെന്ന്. തന്റെ നാട്ടിൽ വന്ന് ആര് നടനമടി തിരിച്ചു പോയാലും
അതേ ജനക്കൂട്ടം നോക്കി നിൽക്കെ അതേ ആരവങ്ങൾക്ക് മുന്നിലിട്ട് കലി തീരും വരെ പ്രഹരിക്കും. Need call 7. In their hour of need, he steps forward again. The man with the number 7 on his